ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂടാനിക മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റെബേക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹവാഗ്ദാനത്തിനായി തിരുമുമ്പിൽ ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും വിവാഹവാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിനായി ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിനെ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശന്ന് പറയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ. ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ നിന്നെയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകലത്തിൽ നിന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിനടഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് ജോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. തിരുനാഥയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ
വിശുദ്ധമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ നീക്കുവാമേ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധ്യസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നയിക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇവ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിലയായിരിക്കുവാനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നതാണ് എന്റെ കൽപ്പന. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു നിമിഷം വളരെ ചെറിയൊരു ആശംസ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ബഹുമാനപ്പെട്ട ജോർജ് അല്ലിച്ച, ബഹുമാനപ്പെട്ട അതുൽ ജിതിൻ പഠിപ്പിക്കുന്ന ജസ്യൂട്ട് അച്ഛന്മാരുടെ പ്രതിനിധിയായിട്ട് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട അതുലച്ച, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഭയിൽ വിവാഹത്തിന് മുൻപ് ഒരു വിവാഹത്തിൻ്റെ മനസ്സമ്മത നടത്തുന്നത് പ്രധാനമായിട്ടും സഭ വധുവരന്മാരെ തങ്ങൾ സ്വീകരിക്കാനായിട്ട് പോകുന്ന വലിയ കൂടാശയെക്കുറിച്ച്, വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, ആ വലിയ ദൈവത്തോടു കൂടിയുള്ള സഹകരിച്ച് നടത്തേണ്ട ആ ഒരു വലിയ നിയോഗത്തെക്കുറിച്ച് കൂടുതൽ ഒരുങ്ങാൻ പ്രാർത്ഥിച്ച് ഈ വലിയ ദൗത്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ സമയമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഈ മനസ്സമ്മതത്തിന് ശേഷം 3 ആഴ്ച വിളിച്ചു ചൊല്ലി അതിനുശേഷമാണ് കല്യാണം. അപ്പം ശരിക്കും ഒരു മാസത്തെ ഗ്യാപ്പെങ്കിലും സാധാരണഗതിയിൽ വിവാഹത്തിനും മനസ്സമ്മതത്തിനും ഇടയ്ക്കുണ്ടാകണം എന്ന് നമ്മുടെ കാരണവന്മാരെ നിഷ്കർഷിച്ചിരുന്നു. ഇപ്പോൾ പെണ്ണിന് ചെറുക്കൊന്നും സമയമില്ല, അതിനേക്കാൾ ഉപരി അവരുടെ ബന്ധുക്കൾക്ക് സമയമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കല്യാണം 2 ദിവസം 3 ദിവസമൊക്കെ ഇടകൊണ്ട് നടത്തേണ്ടി വരും. എപ്പോൾ നടത്തിയാലും എങ്ങനെ നടത്തിയാലും വധുവരന്മാർ ഏറ്റെടുക്കാനായിട്ട് പോകുന്ന വലിയ ദൈവിക നിയോഗം ജിതിനെ സംബന്ധിച്ചിടത്തോളം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം പറഞ്ഞതുപോലെ ഈശോ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റിയ ഒരാളാണ് മരിയം. വീട്ടിൽ ജിത്തു എന്ന് വിളിക്കുന്ന ജിതിനെ ജിത്തുമോളും വളരെ നല്ല ചർച്ചയൊക്കെ. അപ്പൊ അങ്ങനെ ഈ ജിതിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മിടുക്കിയും നല്ല
സ്വഭാവ ഗുണമുള്ള മരിയായ ജിത്തുവിനെ തമ്പുരാൻ ജിതിന് കൊടുക്കുന്നു. തിരിച്ചതുപോലെ തന്നെ മരിയയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരനും സുമുഖനും വളരെ അറിവുള്ളതും മരിയയുടെ ഭാഷയിൽ പറഞ്ഞ എന്നേക്കാളും ബോധമുള്ള നല്ല ആള്. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്നേക്കാളും സീരിയസ് ആണ്, വളരെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നത്. നല്ല ജിത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇത് എന്നോട് എപ്പോഴും പറയുന്നത്, ഞാൻ വേദന കെട്ടുന്ന സമയത്തോട് പറഞ്ഞൊരു കാര്യം, സാധാരണ പള്ളിമുറിയിൽ നിന്ന് ആൾക്കാർ പോകുമ്പോൾ, പ്രത്യേകിച്ച് വേദന കെട്ടിയിട്ട് പോകുമ്പോൾ പെണ്ണ് അല്ലെങ്കിൽ ചെറുക്കൻ പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. പക്ഷെ പ്രിയപ്പെട്ട മരിയ പറഞ്ഞത് ജിതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എട്ടിൻ്റെ വഴി കിട്ടാൻ പോകുന്നു എന്ന് ഉദ്ദേശിച്ചല്ല, മറിച്ച് ആ ഒരു കൺസേൺ അത് വളരെ പ്രധാനമാണ്. കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ്. പ്രിയപ്പെട്ട അച്ചാച്ചനും ബയാമിയും ഒക്കെ ജീവിച്ച് കണ്ട ആ പാഠത്തിൽ നിന്ന് പഠിച്ചതായിരിക്കാം. അല്ലെ, ഭാര്യ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും ജീവിക്കേണ്ടതും ഭർത്താവിന് വേണ്ടിയിട്ടാണ്. മാനേജ്മെൻറ്റിലുള്ള സ്കൂളിലാണ് പ്രിയപ്പെട്ട ജിതിൻ പഠിപ്പിക്കുക. ഇപ്പോൾ പ്രൊമോഷൻ ആയിട്ടുണ്ട്, ഹയർ സെക്കൻഡറിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഉയരങ്ങൾ താഴാനായിട്ട് പ്രിയപ്പെട്ട ജിതിന് സാധിക്കട്ടെ. അതിന് ശക്തമായ തുണയും ഒരു സാമീപ്യം ബലവും നൽകാനായിട്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ മര്യാദയ്ക്ക് സാധിക്കും. ഈ മാതാനം വിട്ട് മരിയ പോകുന്നത് എനിക്ക് ദുബായിക്ക് പോകുമ്പോഴാണ്. ഇനി പ്രിയപ്പെട്ട ജിതിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഈ വലിയ ഭൂമിയുടെ പല സൗന്ദര്യം കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അങ്ങനെയൊക്കെ സ്വപ്നമുള്ള ആളാണ്. ഇങ്ങനെ കറങ്ങണം, അച്ചാച്ചൻ അതിനെ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ജിതിനെ നടത്തി കൊടുക്കുന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളെ തമ്പുരാൻ സഹായിക്കും. തമ്പുരാൻ്റെ കാര്യം മുറുകെ പിടിക്കണം എന്ന സ്നേഹത്തോടെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്ക് ചുമയുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ചുമയ്ക്കാൻ പറയാൻ നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെയും അതുലച്ഛൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജിതിനും പ്രിയപ്പെട്ട മരിയയും ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ വലിയ വിവാഹത്തിൻ്റെ ഉടമ്പടി ഒരിക്കലും മുറിയാത്ത ഉടമ്പടി, അത് ദൃഢമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ. തമ്പുരാൻ്റെ വലിയ കൃപ രണ്ട് കുടുംബങ്ങൾക്കും, പ്രിയപ്പെട്ട ജിതിൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ട മരിയയുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിലണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായി ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെ ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിനും ഐക്യത്തിനും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. രണ്ട് ഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ മുമ്പോട്ട് നീങ്ങി. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ജിതിൻ എന്ന് വിളിക്കപ്പെടുന്ന അബ്രാഹാം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹമെന്ന ഉദാശയുടെ മരിയായെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂതാശയുടെ ജിതിൻ എന്ന് വിളിക്കപ്പെടുന്ന അബ്രാഹത്തെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷിയാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സഭയെ നിർമ്മലമത്വമായി സ്വീകരിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനം ചെയ്ത കാരുണ്യത്തിന്റെ ഫലം കൈനീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും
തിരുക്കുടുംബത്തിന്റെ നാഥനായ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശേഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആദ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ ആശീർവദിക്കണമേ. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുത്തെ തിരുവചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Like the starlight, no beginning or end. Look into your eyes, I get lost in this moment. I never wanna leave. നമുക്ക് വരനെയും വധുവിനെയും ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ വരൻ ജിബിൻ ജോസഫ് ചെമ്മണ്ണൂരിലെ പുതുപ്പറമ്പിൽ കുടുംബാംഗമാണ്. Now he is working as a teacher in സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ വയനാട്. ജിബിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജിബിൻ. കണ്ടാൽ വളരെ calm and quiet ആണെങ്കിലും അങ്ങനെയൊന്നും ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആൾ ഭയങ്കര vibrant ആണ്. നെക്സ്റ്റ് ബ്രൈഡിന്റെ കാര്യം പറയാം. മരിയ ജോസഫ് മണ്ണാനം പടിപ്പറമ്പിൽ കുടുംബാംഗമാണ് മരിയ. Currently she is working as a teacher in NIMS Dubai. മരിയയെ പരിചയപ്പെട്ടിട്ട് ഒരു 3 weeks ഒക്കെ ആയുള്ളൂ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് മരിയയെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര വൈബ്രന്റ് ആണ്. പിന്നെ നിങ്ങൾ ഫേസിലോട്ട് നോക്കിയാൽ കാണാം ആ ഒരു സ്മൈൽ. അതാണ് മരിയയുടെ ഹൈലൈറ്റ്. ആ സ്മൈൽ ഇല്ലാതെ ആരും കണ്ടിട്ടില്ല. സോ ആ ഒരു സ്മൈൽ എന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റട്ടെ എന്ന ആശംസകളോടെ നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. ഇന്ന് എല്ലാവർക്കും അറിയാം, ഈ ദിവസം ഏറ്റവും സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ്. അവരെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So let's welcome the family members of the beautiful bride and handsome groom onto the stage. നമുക്ക് ജിതിന്റെ ഫാമിലിയെ പരിചയപ്പെടാം. ജിതിന്റെ ഫാദർ ജോസഫ് ഫാർമറാണ്. മദർ ഗ്രേസി ഹോം മേക്കറാണ്. Then ജിതിന്റെ elder brother മാത്യൂസ് ജോസഫ്. He is working as an audit executive in Muthoot Finance, Delhi. ഇനി നമുക്ക് മരിയയുടെ ഫാമിലിയെ പരിചയപ്പെടാം. മരിയയുടെ ഗ്രാൻഡ് മദർ കുഞ്ഞമ്മ. മരിയയുടെ ഫാദർ ടി ജോസഫ്. He is a retired staff from KE കോളേജ് മണ്ണാനം. വധുവിന്റെ അമ്മ ബെൻസി ജോസഫ് ഹോം മേക്കറാണ്. മരിയയ്ക്ക് ഒരു elder brother ഉണ്ട്, തോമസ് ജോസഫ്. He is working as a credit analyst HP കമ്പനി ബാംഗ്ലൂർ. ഇനി നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. ആദ്യമായി ദീപം തെളിയിക്കൽ ചടങ്ങാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ പ്രകാശം നിറഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിധവിലേക്ക് തെളിയിക്കാൻ വരനെയും വധുവിനെയും അവരുടെ മാതാപിതാക്കളെയും ക്ഷണിക്കുന്നു. Of all the times, of all the lives you started over, with every narrow meet we're closer than before. We take the road that goes in circles for forever, until the lines get intertwined forevermore. And I would love you in every lifetime. And I would hold you through every goodbye, until we meet again.
तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ। तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ। किसी ज़बान में भी वो लफ्ज़ ही नहीं कि जिनमें तुम हो क्या तुम्हें बता सकूँ। मैं अगर कहूँ तुम सा हंसी कायनात में नहीं है कहीं, तारीफ ये भी तो सच है कुछ भी नहीं। തെന്നെ കരച്ചിലൊക്കെ പിന്നെ മനസ്സിലെ പൂക്കുട്ടി പടക്കങ്ങൾ അമരണനേ. കല്യാണം മ്യൂസിക്കിന്റെ ബ്യൂട്ടിഫുൾ ഡേ. പോലീസടുത്തെ ട്രാക്ക് മാറ്റി. മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും മുന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது
രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി കിടയാങ്ങൊന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് നുടിയിൽ മതയാനെ മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുള്ളക്ക് 10-ൽ 10. അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാക്കി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാക്കി. ഉലകിതിലാരോടും തോൽക്കാവീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതെന്റെ കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാനാരും പോരണ്ട എരിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും. അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാക്കി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാക്കി. Right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after.